ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസമായി ഞാനൊരു വ്ളോഗ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ജലദോഷം, പനി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ല. എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടൊന്ന് പെയിൻ്റ് അടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു 3-4 ദിവസം അതിൻ്റെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ബിസി ആയിരുന്നു. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ആട്ടോ, തൊട്ട് മുന്നേ എന്ന് പറയാം. അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയത്. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. കൂടെ ഇതാ ഞാൻ ഈ ഒരു ബോട്ടിൽ പുതിയതാട്ടോ. ഞാൻ വെള്ളം കൂടി കുറച്ച് കുറവായതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ കുടിച്ചു നോക്കുക, എന്നാലെങ്കിലും ഞാൻ ഒരു 2-3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുമോ നോക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിയതിനു RNBന്ന് വാങ്ങിയതാട്ടോ. ഫസ്റ്റിന് പുട്ടും കടലക്കറിയാണ് റെഡിയാക്കുന്നത്. ഇന്ന് നേരത്തെ എണീച്ചിന്, കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ തുറക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഈ ഒരു പെയിൻ്റ് അടിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇന്ന് കിച്ചണാണ് പെയിൻ്റ് അടിക്കുന്നതെന്ന് അവർ നേരത്തെ ഇന്നലെ പറഞ്ഞിനു. അതുകൊണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റും ആക്കി. പിന്നെ ബാക്കി കിച്ചണിലെ കുറേ ഐറ്റംസ് എല്ലാം ഞാനും മക്കളും കൂടെ ഇന്നലെ രാത്രി തന്നെ എടുത്തിട്ട് മാറ്റി വെച്ചിന്. ബാക്കി കുറച്ച് ആ കുക്കിങ്ങിന് വേണ്ട പാത്രങ്ങൾ മാത്രമേ ഞാൻ വെച്ചിന്. ഞാൻ കൗണ്ടർ ടോപ്പിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചാണല്ലോ, അപ്പോൾ അതിലേക്ക് പെയിൻ്റൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പത്രമെല്ലാം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കിച്ചൺ, പിന്നെ ഇതാ ഈ ഒരു കോറിഡോറ്, പിന്നെ കുട്ടികളെ ഈ ഒരു സ്റ്റഡി ഏരിയ, അവിടെയാണ് നമ്മൾ പെയിൻ്റ് അടിപ്പിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ അവിടെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത ഭാഗത്ത് അങ്ങനെ ക്ലീനാക്കി വരാമല്ലോ. എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പം സാധനങ്ങളെല്ലാം വലിച്ച് വാരിയിട്ടിട്ട് തലവേദനയായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി പെയിൻ്റ് അടിക്കാൻ വന്ന അവരോട് പറഞ്ഞേനു ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ട് പെയിൻ്റ് അടിച്ച് അങ്ങനെ പോവാം. അതാകുമ്പോൾ നമുക്കും ഈസിയാണ്. പെയിൻ്റ് അടിക്കാൻ ഒരു 9 മണി 10 മണിക്കെല്ലാം ഇവർ വരിക. അത് കഴിഞ്ഞൊരു 2:30-3 മണിക്ക് പോവും. അപ്പം അധികവും നമ്മൾ ക്ലീനാക്കാൻ ഇറങ്ങൽ മഗ്‌രിബിന് ശേഷമായിരിക്കും. അതായത് ഈവനിങ് ഫുള്ള് ഇതുപോലെയുള്ള എന്താ പറയുക, ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ഫുൾ ടയേർഡ് ഇരിക്കും കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ലഞ്ചൊന്നും വെക്കാനില്ല. ഇവിടെ എന്തായാലും പണിയെടുക്കലൊന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ലഞ്ച് പുറത്തുനിന്നേനു. നമ്മളടുത്തായിട്ട് തന്നെ മലബാർ പാലസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ ബിരിയാണി നല്ല അടിപൊളിയാട്ടോ, ദം ബിരിയാണി. അപ്പം അത് ഓർഡർ ആക്കിനേനു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാനും മക്കളും കൂടെ എടുത്ത് വെച്ചേനു. നിലത്തെല്ലാം ഇതുപോലെ പത്രവും പഴയ വലിയ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പിരിച്ചു കൊടുത്തിന്. കാര്യം ഇവിടെ നിന്ന് പെയിൻ്റ് അടിച്ചിട്ട് അവർ നടക്കുന്ന സമയത്ത് എന്തായാലും പൊടി ഹോളിലും എല്ലാം ആവും. അപ്പോൾ നിലത്തും എല്ലാം ഇങ്ങനെ പിരിച്ച് സെറ്റാക്കി വെച്ചിന്. ചോറെല്ലാം തിന്നു കഴിഞ്ഞ് കാര്യമായിട്ട് പിന്നെ ഈ ടൈമിൽ പണിയില്ലാത്തതുകൊണ്ട് ഞാനും മക്കളും കൂടെ നമ്മളെ പഴയ ഒരു ഐപാഡ് കിട്ടിയിട്ട് അതിലുള്ള പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം നോക്കി ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിന് കേട്ടോ. ഇത് ഫാത്തിമയും ഐഷയും കൂടെ KG1 KG2 പഠിക്കുമ്പോഴുള്ള പിക്ചറാണ്. അവർ സ്കൂളിൽ പോകാൻ റെഡിയായി കഴിഞ്ഞിട്ട് ആ ടൈമിലെടുത്ത ഫോട്ടോസേനു. സ്കൂൾ തുറക്കാനായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ദുവാക്ക് ഒരു ബാഗ് വാങ്ങണേനു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ജെറീർ ബുക്ക് സ്റ്റോറിൽ അങ്ങോട്ടേക്ക് വന്നിട്ടാണല്ലോ. അങ്ങനെ കുറേ നേരത്തെ ഡിസ്കഷന് ശേഷം നമ്മൾ ഈ ഒരു ബാഗ് ചൂസ് ചെയ്തിന്. ഇന്ന് മെയിനായിട്ട് ഓക്ക് ബാഗ് വാങ്ങിക്കുക എന്നുള്ള ആ ഒരു ഇത് തന്നെയുള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ച് അല്ലറ ചില്ലറ ഈ പെൻസിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് പിന്നെ വരുന്ന വഴിക്ക് ചായയും കാപ്പിയെല്ലാം കുടിച്ച് മഗ്‌രിബ് ആകുമ്പോഴത്തേക്ക് നമ്മൾ റൂമിലെത്തിനെ. ഇത് പിന്നെ നമ്മൾ വന്ന് കുറച്ച് നേരം ഇരുന്ന് എവിടെ നിന്ന് തുടങ്ങണം, എന്താക്കണം എന്നെല്ലാം ഇങ്ങനെ കുറേ നേരം ആലോചിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തതിന്. അപ്പോൾ ഈ പുട്ടിയെല്ലാം ഇങ്ങനെ ഇട്ട് അത് ഉരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ പൊടിയെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഡയറക്റ്റ് അടിച്ച് വാരി കഴിഞ്ഞാൽ എന്തായാലും കൂടുതൽ പൊടിയായിട്ട് ഇടങ്ങാറായിപ്പോൾ. അപ്പോൾ ആദ്യം തന്നെ
വാക്യൂം ചെയ്തതിന് ശേഷം കേട്ടോ നല്ലോണം ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തിന്. അടിച്ചു വരാൻ നിന്നിട്ടില്ല ആ ഒരു റൂം. അപ്പോൾ റൈസ്ക ഒരു സൈഡിൽ നിന്ന് ഒരു റൂം ക്ലീൻ ആക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഞാൻ കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരി അങ്ങനെയും ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പകുതിയിലധികം ആൾക്കാർക്കും ഡസ്റ്റ് അലർജി ഇല്ല. റൈസ്ക മാസ്കെല്ലാം ഇട്ട് നല്ല ഉഷാറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മാസ്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒന്നാമത് ആ ഒരു ഏരിയ നല്ല ചൂടുണ്ടേനു. നമ്മൾ AC ഓഫാക്കി ഇട്ടിട്ടേനുള്ള പൊടി ഈ വാക്യൂം ചെയ്യുന്ന സമയത്തെല്ലാം പൊടി ഇങ്ങനെ പാറുന്നുള്ളതുകൊണ്ട് അങ്ങനെ അൽഹംദുലില്ലാ ഏകദേശം ഒന്ന് സെറ്റാക്കി ആ ഒരു കുട്ടികളുടെ ഷെൽഫും കാര്യങ്ങളെല്ലാം അതാത് സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി അവരുടേതായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കിച്ചണും ഏകദേശം ക്ലീൻ ആക്കീന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റൈസ്ക വന്നിട്ട് എൻ്റെ കബോർഡും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ച് തരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മക്കൾ വന്നിട്ട് ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് തരുന്നുണ്ട്. അപ്പം ഞാൻ അവരധികം ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ബാക്കി 3 പേരും ഹെൽപ്പ് ചെയ്യുമ്പം ആഹിലിന് അതിനേക്കാളും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് തീരെ പൊടി പറ്റൂല. എക്സിമ ഉള്ളതുകൊണ്ട് ഒട്ടും പൊടി പറ്റൂല. പിന്നെ പൊടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് മേലാകെ ചൊറിഞ്ഞ് പണിയാവും. അതിൻ്റെ ഇടയിൽ ചുമ വരും. അപ്പോൾ ഓനെ പേടിച്ചിട്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു റൂമിൽ നിന്നാൽ മതി, ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന്. പിന്നെ ക്ലീനിങ് ഏകദേശം 1.5 മണിക്കൂറും കൊണ്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു റെസ്റ്റ് എടുക്കലേനു. കുറച്ച് നേരം അവിടെ AC എല്ലാം ഇട്ട് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരുന്ന് നല്ല എന്താ പറയുക ഫോണെല്ലാം നോക്കിയിട്ട്. ഈ ഒരു ഏരിയ നിങ്ങൾ മുന്നേ എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും. കുട്ടികൾ വരച്ച കുറച്ച് ചിത്രങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിത്രങ്ങളൊക്കെ ഞാൻ ഫിൽറ്റർ ചെയ്തിട്ട് എടുത്ത് നല്ല നല്ല ചിത്രങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്രെയിം ആക്കിയിട്ട് അവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി കുറേ എല്ലാം ഒഴിവാക്കിയേട്ടാ. കുറച്ച് നേരത്തെ റെസ്റ്റ് എടുക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ കിച്ചൺ ഒന്ന് കുറച്ച് നമുക്കിങ്ങനെ കുക്ക് ചെയ്യാൻ പാകത്തിന് ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടാട്ടുള്ള. ഞാൻ ഫുള്ളായിട്ടൊന്നും സെറ്റ് ചെയ്ത് റെഡിയാക്കുന്നില്ല. ഇന്ന് മൊത്തത്തിൽ എന്താ പറയുക ആ ഒരു 2-3 റൂം ക്ലീൻ ആക്കിയപ്പോൾ തന്നെ ആകെ ടയേർഡായിന്. പിന്നെ നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെയെല്ലാം ആക്കണമല്ലോ. അപ്പോൾ അതിലേക്കെല്ലാം വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു വെക്കുക, അതൊക്കെ ഒന്ന് ചെയ്തിനേനു. ഈ ഒരു ഷെൽഫ് ഞാൻ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റായിട്ടൊന്നും വെക്കുന്നില്ല. തൽക്കാലം എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക എന്നുള്ള ആ ഒരു ഇതാട്ടോ. കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ കിച്ചൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഞാനും മക്കളും എടുത്തു വെച്ചിന്. ബാക്കി കുറേ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലുണ്ട്, അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു ഷെൽഫ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് കമൻറ്റിൽ ചോദിച്ചിനേനു. ഇത് 2 എണ്ണം കേട്ടോ ഞാൻ ഐക്യന്ന് വാങ്ങിച്ചത്. അത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള കുറച്ച് സെറാമിക് പാത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കട്ടിയുള്ള വെയിറ്റുള്ള പാത്രങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് വെക്കൽ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച കേട്ടോ. ഇന്ന് പെയിൻ്റ് അടീൻ്റെ ആളൊന്നും വരില്ല. അപ്പം നാളെ ബെഡ്റൂമൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് മെയിനായിട്ട് അതാ പണിയുള്ള നമുക്ക്. ഇന്നലെ കിച്ചണെല്ലാം ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ചിന്. ഫുള്ളായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചിന്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്, നമ്മൾ പച്ചരിപ്പൊടിയും കൊണ്ടുള്ള ദോശയില്ലേ അതും പിന്നെ കടലക്കറി ഇന്നലെ തന്നെ ബാക്കിയുണ്ടേനു, അതും കൂടി എടുത്തിന്. ഇപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ നമ്മൾ 2 പേരും കൂടെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ആ പരിപാടികളെല്ലാം തീർത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ബെഡ്റൂമിലെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വേറൊരു റൂമിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ. അപ്പം എനിക്ക് കറിയിലേക്ക് വേണ്ട ഉള്ളി കട്ട് ചെയ്ത് തരിക, അങ്ങനത്തെ പരിപാടിയൊക്കെ റൈസ്ക ചെയ്യുന്നത്.
റൈസ്ക്ക് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ ഉള്ളിയെല്ലാം നല്ല സ്പീഡിൽ കട്ട് ചെയ്യും കേട്ടോ, ലെഫ്റ്റ് ഹാൻഡും കൂടിയാണ്. ഇന്നിപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ്, പെട്ടെന്ന് ആവുന്ന ഐറ്റംസ് ആണല്ലോ. പിന്നെ കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഓരോരുത്തരായി എണീച്ച് വന്ന് അവർ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവരെ സ്റ്റഡി ഏരിയയെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി വെച്ച് കൊടുത്ത് എന്നല്ലാണ്ട് അവരുടേതായിട്ടുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അവരതും ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിൾ സാലഡ് ഉണ്ടാക്കിന് നമ്മൾ ഗ്രീൻ ആപ്പിളും ക്യൂക്കമ്പറും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ലെമണും ഉപ്പും ഇട്ടിട്ട് അങ്ങനെ, അത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മളെ ക്ലീനിങ്ങും പിന്നെ കുട്ടികളെ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ഒരു റൂം ഏകദേശം ഒന്ന് സെറ്റായിന് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ അങ്ങനെ പുറത്ത് പോവുക പരിപാടികളൊന്നും ഇല്ല കേട്ടോ, അപൂർവമായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇന്നിപ്പം പെയിൻറ്റിൻ്റെ പരിപാടികളും ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ സ്കൂളും കൂടെ തുറക്കുന്ന അടുത്ത ആഴ്ച, അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന. അപ്പം നമ്മൾ വിചാരിച്ച എന്തായാലും ഒന്ന് പുറത്തിറങ്ങാം. അപ്പോൾ ഈ ഒരു കഫേയിൽ വരാനുള്ള പ്ലാനെല്ലാം നമ്മളിങ്ങനെ ചെയ്തിനേനു. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഈ കഫേയിൽ വന്നിട്ടുണ്ട്. ഇത് ബർവ വില്ലേജിലുള്ള കഫേ ആട്ടാ. ഒരു റീൽസിൽ നല്ല റിവ്യൂ കണ്ടിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവിടെ അന്ന് വന്ന സമയത്ത് നമുക്ക് ഓർഡർ ആക്കിയ ഫുഡൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിച്ച് തീർക്കാനും പറ്റിയിട്ടില്ല. പിന്നെ ലഞ്ച് കഴിച്ച് കുറച്ച് കഴിഞ്ഞപാടാണ് വന്നിനേനു. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്ക് തിന്നതേ ഉള്ളൂ, വേറെ ഈവനിങ് വേറെ കാര്യമായിട്ടൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇതിപ്പോൾ ഒരു 7:30-8 മണിയെല്ലാം ആയിട്ടാ. അപ്പോൾ ഇവിടെ വരുന്നതാണെങ്കിൽ അധികം ഇങ്ങനെ കുറച്ചൊന്ന് വയറ് കാലിയാക്കിയിട്ടെല്ലാം വന്നാൽ, പ്രത്യേകിച്ച് മധുരവും കൂടിയല്ല, അങ്ങനെ ഓവർ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഫില്ലായ പോലെ തോന്നും. അങ്ങനെ വന്ന് അവിടുത്തെ ഒരു മെയിൻ ഐറ്റാട്ടാ ഇത്. ഇങ്ങനെ കുറച്ച് ലെയേഴ്സ് ആയിട്ടുള്ള കേക്കും പിന്നെ ഇതുപോലെയുള്ള ക്രീമും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ടോപ്പിങ്സ് ആയിട്ട് അങ്ങനെയെല്ലാം ഇട്ട് കൊടുത്തിട്ട് കഴിക്കാം. നല്ല അടിപൊളിയാണ്, നല്ല റിച്ച് ഫ്ലേവറും നല്ല സ്വീറ്റുമാണ്. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ആഹിലിനും ദുആക്കും ഈ ഒരു സംഭവം ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ അവർ സാൻഡ്വിച്ച് കഴിക്കുക ചെയ്തതിന്. ഇന്നലെ നമ്മൾ റെഡിയാക്കി കുട്ടികളെ ആ ഒരു സ്റ്റഡി റൂമുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ആ ബെഡ്റൂമിൽ നിന്നുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിന്. കാര്യമായിട്ടൊന്നുമില്ല, ബാക്കി ബെഡും സൈഡ് ടേബിളെല്ലാം നടുക്കേക്ക് മാറ്റിയിട്ടിട്ട് അങ്ങനെ അവർ പെയിൻ്റ് അടിക്കാട്ടോ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഈവനിങ് ആയപ്പം ഞാനിതാ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിന് അവർ പോയി കഴിഞ്ഞേരെ. ബെഡ്റൂമിലും ഈ AC ഇങ്ങനെ വെള്ളമായിട്ട് ചുമരിൻ്റെ സൈഡിൽ ഇങ്ങനെ വല്ലാണ്ടായിട്ട് കച്ചറയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം കുറച്ച് പുട്ടിയിട്ട് ഇങ്ങനെ ഉരച്ച് അങ്ങനെ പൊടിയെല്ലാം ഉണ്ട്. ആ വാർഡ്രോബിൻ്റെ ഉള്ളിലേക്ക് ഈ ഡോറിൻ്റെ ഗ്യാപ്പ് കൂടെ പൊടിയാവണ്ടെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചു കൊടുത്തിനേന്. ഈ അടിച്ച് വാരുക തുടക്കുക അതെല്ലാം പൊടി പരിപാടികളാണല്ലോ, അങ്ങോട്ടേക്കൊന്നും ഞാൻ മക്കളെ അടുപ്പിച്ചിട്ടില്ല, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. ബാക്കി ഇതുപോലെ റൂമെല്ലാം എല്ലാം ക്ലീനാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെയുള്ള ഓർഗനൈസ് ചെയ്യലും എല്ലാം ബെഡെല്ലാം ക്ലീനാക്കി 2 ബെഡ്റൂം
കുട്ടികളും എല്ലാം കൂടെ നമ്മളും എല്ലാം കൂടെ ഒരുമിച്ചാണ് സെറ്റ് ചെയ്ത് റെഡിയാക്കിന്. ഇവർക്കിഷ്ടമാണ് എല്ലാം ഇങ്ങനെ ക്ലീനാക്കി വെക്കാനെല്ലാം. അപ്പം അവരെ ബെഡ്റൂമാണെങ്കിലും ബെഡാണെങ്കിലും എല്ലാം രാവിലെ ആ ടൈമിൽ അവർ തന്നെ നീറ്റാക്കി വെച്ചിട്ടാട്ടോ സ്കൂളിൽ പോകൽ. അങ്ങനെ അവർ ചെറുതു മുതലേ അത് ശീലിച്ചുകൊണ്ടും പിന്നെ ഫാത്തിമയും ഐഷയും അത് ചെയ്യുന്ന കണ്ടിട്ട് ഇപ്പം ദുവമോളും അത് ഫോളോ ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പം കുട്ടികളെ ചെറുതിലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന നല്ല തന്നെയാട്ടോ. അങ്ങനെ ഏകദേശം മഗ്‌രിബെല്ലാവുമ്പോഴത്തേക്ക് തന്നെ 2 ബെഡ്റൂമും ക്ലീനാക്കി ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തിന്. അപ്പോൾ ഈ ഒരു മിറർ എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് എന്നോട് കമൻറ്റിൽ ചോദിച്ചതിന് മുന്നേ ഒരു വ്ളോഗിൽ. ഇത് ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിച്ചേട്ടാ. അവിടെ ഇതുപോലെയുള്ള 3-4 ടൈപ്പ് കണ്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെക്കാനുള്ള സ്പേസ് എല്ലാം നോക്കിയിട്ട് നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുള്ള. ഇത് പിന്നെ അടുത്ത ദിവസം ഈവനിങ് ആട്ടാ. ഇന്നത്തോടു കൂടി പെയിൻ്റ് അടി സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോയി. ഇനിയിപ്പം ഹോളും കൂടെ ക്ലീനാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞേട്ടാ. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻസും കാര്യങ്ങളെല്ലാം ഞാൻ അപ്പോൾ ചെറിയ മാറ്റം ഹോളിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പ്ലാൻസ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു മണി പ്ലാന്റിൻ്റെ അത്യാവശ്യം നല്ലോണം ലെങ്ത്തായി വന്ന ഒരു ഭാഗം കട്ടായി പോയിനേനു. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കുന്ന സമയത്ത് പിന്നെ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുക ചെയ്തത്. കാരണം കുറച്ച് അത് വെച്ചിട്ട് കാര്യമില്ല, അത് വാടിപ്പോവും. പിന്നെ അത് മെല്ലെ കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേനു കേട്ടോ എൻ്റെ ആദ്യത്തെ കിച്ചൺ. പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ ഒരു യൂട്ടിലിറ്റി സ്പേസ് പോലെ അങ്ങനെ ആക്കിയെടുത്ത് ഇവിടെ അലക്കി ആറിയിടാനും അയൺ ചെയ്യാനും ഹാങ് ചെയ്തിടാനൊക്കെ അതാകുമ്പോൾ എല്ലാം കൂടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് ആയിക്കോളും. പിന്നെ ഇവിടെ ട്രെഡ്മില്ലുണ്ടേനു, അപ്പോൾ അത് എടുത്ത് മാറ്റീന്, അങ്ങനെയും കുറച്ച് സ്പേസ് കിട്ടി. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിനേനു. പിന്നെ ഇതാ ഞാൻ കുട്ടിക്ക് ഈവനിങ്ങിലേക്കുള്ള ഒരു പഫ്സ്, ഞാനിത് റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടെല്ലാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ എഗ് പഫ്സ് ഉണ്ടാക്കും, ഇത് ചിക്കൻ ലെഗ് പഫ്സ്. പക്ഷേ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. എനിക്ക് മുട്ട പഫ്സ് തന്നെ ഇഷ്ടം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ പൊതുവേ കുട്ടികൾക്ക് ചിക്കൻ കാലിനോടൊരു ക്രേവിങ് ആയിരിക്കുമല്ലോ. ഇവിടെ എപ്പോൾ അടിയായിരിക്കും ചിക്കൻ കാല് വേണമെന്ന് പറഞ്ഞിട്ട് കറിയെല്ലാം വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് അവർക്ക് നല്ല ഇഷ്ടമായിന്. സാധാ പോലെ തന്നെ നമ്മൾ പഫ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു മസാലയെല്ലാം ഉണ്ടാക്കുക. ഞാൻ അധികം പൊടികളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ മസാലയിലേക്ക്. പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നിങ്ങൾ കണ്ടല്ലോ, എയർ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ചെയ്തതിന്. സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഇടുന്ന മസാലയെല്ലാം ഇട്ടിട്ട് അങ്ങനെ ആക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വെച്ച് ഒന്ന് എന്താ പറയുക, എഗ്ഗ് കൊണ്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഞാനൊരു 170 ഡിഗ്രിയിൽ ഒരു 10-12 മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പഫ്സ് ഇതാ റെഡി ആയിന്. എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ഈ ഒരു ഐറ്റം എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. ഈ ഒരു 3-4 ദിവസത്തെ കാര്യങ്ങൾ എല്ലാം ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.